വീണ്ടും വാർത്തകളിലേക്ക്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത SFIO കുറ്റപത്രം. ശശിധരൻ കർത്തയും CMRLും പ്രതികൾ. എക്സാലോജിക്കിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. CMRL കള്ളക്കണക്കുണ്ടാക്കി 182 കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകി. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്? സാഹോദര്യത്തിന്റെയും പ്രതീകമാണ് ഉത്സവം. ൊപ്പം ഇതിന്റെ ജീവനക്കാരും പ്രതികളായിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകാത്ത സേവനങ്ങൾക്ക് വീണ കൈപ്പറ്റിയത് 2,72,00,000 രൂപയാണ് എന്നും SFIയുടെ അന്വേഷണത്തിൽ വ്യക്തമായി. നേരത്തെ ഇത് 1,72,00,000 രൂപയാണ് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നത് എന്നായിരുന്നു മനസ്സിലായിരുന്നത്. മാത്രമല്ല വീണയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്ന് പ്രാഥമികമായ വിവരങ്ങൾ അതായിരുന്നു. എന്നാൽ വിശദമായ അന്വേഷണത്തിൽ ചെയ്യാത്ത സേവനത്തിന്റെ, കാരണം IT സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിലൂടെ IT സേവനങ്ങൾ CMRL കൈമാറിയതിന്റെ പ്രതിഫലമാണ് തനിക്ക് ലഭിച്ചത് എന്നായിരുന്നു വീണയുടെ ഒരു അവകാശവാദം, വീണയുടെ കമ്പനിയുടെ അവകാശവാദം. എന്നാൽ അത്തരത്തിൽ യാതൊരു IT സേവനങ്ങളും നൽകാതെയാണ് പണം നൽകിയിട്ടുള്ളത് എന്നും അന്വേഷണത്തിൽ വ്യക്തമായി. മാത്രമല്ല 182 കോടി രൂപ CMRL കള്ളക്കണക്കുകളിലൂടെ സമാഹരിച്ചിട്ടുണ്ട്. ഈ പണം പോയിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് മാസപ്പടിയായിട്ടാണ് എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. ഇതിലും നേരത്തെ കണ്ടെത്തിയ കണക്കുകളിൽ വ്യത്യാസമുണ്ട്. നേരത്തെ 135 കോടി രൂപയുടെ ഇടപാടുകളും ഒപ്പം തന്നെ കള്ളക്കണക്കുകളുമാണ് CMRL പെരുപ്പിച്ച് കാണിച്ചത്, അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിച്ചത് എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. എങ്കിൽ കൂടുതൽ വിശദമായ അന്വേഷണത്തിൽ 182 കോടി രൂപയുടെ ക്രമക്കേടുകൾ വെളിച്ചത്ത് വന്നു. പ്രോസിക്യൂഷൻ നടപടികൾക്ക് ഇപ്പോൾ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. വീണ, CMRL MD ശശിധരൻ കർത്ത എന്നിവരെല്ലാം പ്രതിപട്ടികയിലേക്ക് എത്തുകയും ചെയ്യും. ഇതിനുള്ള പ്രോസിക്യൂഷൻ നടപടികൾ കൂടി അനുമതി നൽകിയതോടുകൂടി അന്വേഷണ സംഘത്തിന് തുടർ നീക്കങ്ങളുമായി വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. 2024 ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണമാണ് പിന്നീട് ഈ 14 മാസങ്ങൾക്ക് ശേഷം കുറ്റപത്രം അല്ലെങ്കിൽ ആവുന്ന രീതിയിലേക്ക് ചാർജ് ഷീറ്റിന്റെ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് ഇവിടെ SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അന്വേഷണം അതിവേഗം പൂർത്തിയാക്കി, ചോദ്യം ചെയ്യലുകൾ അതിവേഗം പൂർത്തിയാക്കി, വീണയുടെ മൊഴി അടക്കം രേഖപ്പെടുത്തിയ ശേഷമാണ് ഇപ്പോൾ ഇവരുടെ പ്രതികൾ അല്ലെങ്കിൽ ആരെല്ലാമാണ് പ്രതികൾ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിരിക്കുന്നത്. ആദ്യം ആദായനികുതി വകുപ്പിന്റെ ഇന്റർനൽ സെറ്റിൽമെന്റ് ബോർഡായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. പിന്നീട് ROCയുടെ അന്വേഷണം നടന്നു. ഈ അന്വേഷണങ്ങളിലെല്ലാം തന്നെ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ കൂടുതൽ വിശദമായി തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് SFIO. അതുകൊണ്ട് തന്നെ SFIO അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി പരിശോധനകൾ നടന്നിരുന്നു. CMRLന്റെ ആലുവയിലെ ഓഫീസിൽ അന്വേഷണ സംഘം എത്തി നിരവധി രേഖകൾ പരിശോധിച്ചു. കർത്തയടക്കമുള്ള ആളുകളെ, ശശിധരൻ കർത്തയടക്കമുള്ള ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ചോദ്യം ചെയ്യലുകൾ നടത്തി. വീണയെ മണിക്കൂറുകളായിരുന്നു അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ വീണ വിജയൻ പ്രതിപട്ടികയിലേക്ക് എത്തുന്നു എന്ന കൂടി ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ എല്ലാ പ്രതികളും ഏതെങ്കിലും തരത്തിൽ വീണ വിജയനുമായും എക്സലോജിക്കുമായും CMRLുമായും എല്ലാം തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ് എന്നുകൂടിയാണ് ഈ ഒരു കുറ്റപത്രത്തിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. അങ്ങനെ 2,70,00,000 രൂപ കൈപ്പറ്റി അനധികൃതമായി തന്നെയാണ് ഇത് കൈപ്പറ്റിയത്. ചെയ്യാത്ത സേവനത്തിനാണ് എന്നുകൂടി വ്യക്തമാകുന്നു. മാത്രമല്ല CMRL CGM ഫിനാൻസ് P സുരേഷ് കുമാർ അടക്കമുള്ള ആളുകൾ എതിരെയുള്ള പ്രോസിക്യൂഷൻ അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിയുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു സാമ്പത്തിക തട്ടിപ്പിന്റെ വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ജിജീഷ, നമുക്കറിയാം ആദ്യഘട്ടത്തിൽ CPM മുഖ്യമന്ത്രിയും അടക്കം മുന്നോട്ട് വെച്ച പല ന്യായീകരണങ്ങളും ഇവിടെ തകർന്നു വീഴുകയാണ്. ഒരുപക്ഷെ ഇനി കാണേണ്ടിയിരിക്കുന്നത് ഈ ഒരു അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനിലേക്കും അവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അങ്ങനെ CPM നേതാക്കളിലേക്ക് തന്നെ കൂടുതൽ അന്വേഷണങ്ങൾ ചെന്നെത്തുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ ഇനി വഴിമാറുന്നത്? ഇവിടെ വീണ വിജയനെ നേരിട്ട് ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നൽകിയതാണ് എന്ന് അന്വേഷണ സംഘങ്ങൾ ഒന്നും തന്നെ കരുതുന്നില്ല. കാരണം തുടക്കം മുതൽ തന്നെ ഇതൊരു മാസപ്പടി കേസാണ്. ഓരോ ആളുകളുടെയും ഓരോ നേതാക്കളുടെയും പേരുകൾ ഡയറിയിൽ കുറിച്ചുകൊണ്ട് നൽകിയിട്ടുള്ള മാസപ്പടിയാണ് എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം CMRLുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്ന മാസപ്പടിയുടെ വിവരങ്ങൾ അതുതന്നെയായിരുന്നു. ചില ചുരുക്കപ്പേരുകളിലാണ് രാഷ്ട്രീയ നേതാക്കളുടെ പ്രമുഖ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളുടെ എല്ലാം തന്നെ പേരുകൾ ചുരുക്കപ്പേരുകളിലായിരുന്നു എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം സ്വാഭാവികമായും ചെന്നെത്തുക പ്രധാനപ്പെട്ട ചില നേതാക്കളിലേക്കാണ്. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളാണ് പ്രതിപട്ടികയിലേക്ക് എത്തിയത് എങ്കിൽ സ്വാഭാവികമായും
മകൾക്ക് ഈ പണം എന്തിന് നൽകാത്ത സേവനത്തിന് എന്ന ചോദ്യം ഏറ്റവും പ്രസക്തമായി നിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട് കൂടിയുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ആ പണം കൈപ്പറ്റിയ ആളുകളിലേക്ക് തന്നെയായിരിക്കും അന്വേഷണം എത്തുക. ഇത്തരത്തിൽ വാങ്ങിയ പണം എന്ത് വിനിയോഗിച്ചു, ആർക്കെല്ലാം കൈമാറിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടിയാണ് SFIO കടക്കുന്നത്. സമഗ്രമായ ഈ സാമ്പത്തിക ഇടപാടുകളുടെ എല്ലാം ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് CMRL അതിന്റെ അതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ തന്നെ, കുടുംബാംഗങ്ങൾ തന്നെയാണ് ഡയറക്ടർ ബോർഡുകളിൽ കയറി പറ്റിയിരുന്നത്. അങ്ങനെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി അവർ തന്നെ നിലനിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള വലിയ ക്രമക്കേടുകളായിരുന്നു. 184 കോടിയുടെ കള്ളക്കണക്കുകൾ ഉണ്ടാക്കുമ്പോൾ അത് മാലിന്യ നീക്കത്തിനായി എന്നെല്ലാമുള്ള ചില കണക്കുകളായിരുന്നു അതിൽ ബോധിപ്പിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു മാലിന്യ നീക്കവും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നുകൂടി വ്യക്തമാകുകയും ചെയ്തു. അങ്ങനെ വലിയ ഒരു ക്രമക്കേട് CMRL നടത്തിയിട്ടുണ്ട്. ആ ക്രമക്കേടിന്റെ ഭാഗമായി ഉള്ള പങ്ക് പറ്റാൽ നടത്തിയിട്ടുണ്ട്, എക്സാലോജിക്കും നടത്തിയിട്ടുണ്ട്, വീണ വിജയനും ഇത്തരത്തിൽ പണം നൽകാത്ത സേവനത്തിന് വാങ്ങിയിട്ടുണ്ട് എന്നെല്ലാമുള്ള കണ്ടെത്തലുകളും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പ്രതിപട്ടികയിൽ വരുമ്പോൾ സ്വാഭാവികമായും CPM-ഉം മുഖ്യമന്ത്രിയും എല്ലാം തന്നെയാണ് പ്രതിക്കൂട്ടിലാകുന്നത്. തങ്ങൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്, എന്നാൽ തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല എന്ന വാദങ്ങൾ കൂടിയാണ് ഇവിടെ പൂർണ്ണമായും തള്ളപ്പെടുന്നത്. ശരി, ജിജീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.